രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അറസ്റ്റ് തടഞ്ഞുകൊണ്ടുള്ള ഹൈക്കോടതി ഓർഡർ 21-ാം തീയതി വരെ, ജനുവരി 21-ാം തീയതി വരെ ഹൈക്കോടതി നീട്ടി. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അറസ്റ്റ് തടഞ്ഞത് ഹൈക്കോടതിയായിരുന്നു. ജസ്റ്റിസ് എ ബദറുദ്ദീൻ്റെ ബെഞ്ചിലായിരുന്നു അത്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അറസ്റ്റ് തടഞ്ഞു. അത് ഇപ്പോൾ വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്തു. ഇതിനിടയിൽ പരാതിക്കാരി അതിജീവിത തന്നെ ഹൈക്കോടതിയിലെ കക്ഷി ചേർക്കണമെന്ന് അപേക്ഷിച്ചു. ഹൈക്കോടതി ഇപ്പം ജസ്റ്റിസ് ബദറുദ്ദീൻ അവരെ കക്ഷി ചേർത്തു. അവരുടെ പേരിലായിരുന്നല്ലോ ആരോപണം. അവരെ കക്ഷി ചേർത്ത് ഇപ്പം ഹൈക്കോടതി പറഞ്ഞു 2 ആഴ്ചക്കകം അവർ ഒരു സത്യവാങ്മൂലം ഫയൽ ചെയ്യണം. ഇതേപ്പറ്റി അവർക്ക് എന്താണ് പറയാനുള്ളത്? കക്ഷി ചേരണമെങ്കിൽ കക്ഷി ചേരാൻ അനുവദിച്ചപ്പം അവരുടെ സ്റ്റേറ്റ്മെൻറ്റ്, ഇതേപ്പറ്റി എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളാണ് അവർക്ക് പറയാനുള്ളത്, കോടതി ധരിപ്പിക്കാനുള്ളത്. ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിനകത്ത് പറയുന്നതിനപ്പുറത്തോട്ട് അവർക്കിനി സഞ്ചരിക്കാൻ കഴിയില്ല. അതെന്താണ് പറയാൻ പോകുന്നത് നമുക്കറിയില്ല. എങ്കിലും അവരുടെ ആരോപണം തന്നെ പീഡിപ്പിച്ചു, തന്നെ വിവാഹം കഴിച്ചോളാമെന്ന് പറഞ്ഞതായിട്ടും പറയുന്നുണ്ട്. അവർ വിവാഹിതയായ അവരും ഭർത്താവുമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ, അതിനകത്ത് രാഹുൽ മാങ്കൂട്ടം ഇടപെട്ടു. അതിനുശേഷം അവരെ പീഡിപ്പിച്ചു എന്നാണ് ആരോപണം. അവർ പ്രഗ്നൻ്റ് ആയിരുന്നു എന്ന് പറയുന്നുണ്ട്. അത് ചില ഗുളിക നൽകി രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സുഹൃത്ത് കൊണ്ടുവന്ന ഗുളിക കഴിച്ചു, അബോർഷനായി. ഇതൊക്കെയായിരുന്നു അവരുടെ പേരിലെ ആരോപണം. അവർ വിവാഹിതയായ ഒരു സ്ത്രീയാണ്. വിവാഹിതയായ സ്ത്രീ അത് ഡൈവോഴ്സ് ചെയ്തതിന് ശേഷം മാത്രമേ പുതിയൊരു ബന്ധം തുടങ്ങാൻ കഴിയുള്ളൂ, അല്ലെങ്കിൽ വിവാഹം വീണ്ടും കഴിക്കാൻ കഴിയുള്ളൂ, അല്ലെങ്കിൽ ബൈഗമ്യാവും. അവർ വിവാഹ ബന്ധം അത് ഡിസ്കണ്ടിന്യൂ ചെയ്യുന്നതിന് മുമ്പ് രാഹുൽ മാങ്കൂട്ടമായിട്ട് ബന്ധമുണ്ടായി എന്നുള്ള വാർത്തയാണ് നമ്മളെല്ലാം കേട്ടത്. അങ്ങനെ ഒരു ബന്ധം ഉണ്ടായിട്ടുണ്ട് തീർച്ചയായിട്ടും. അത് കൺസെൻറ്റോട് കൂടിയുള്ള ഒരു ലൈംഗിക വീഴ്ച തന്നെയാണ്. അങ്ങനെയെങ്കിൽ അതൊരു ഒഫൻസിൻ്റെ പരിധിയിൽ വരില്ല. കാരണം അങ്ങനെ അവരുമായിട്ട് ബന്ധപ്പെട്ട് അവരെ വിവാഹം കഴിച്ചുകൊള്ളാവുന്ന ഒരു പ്രോമിസോടു കൂടിയാണ് തന്നെ അയാൾ പീഡിപ്പിച്ചത് എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അത് നിയമത്തിൻ്റെ മുമ്പിൽ നിലനിൽക്കില്ല എന്ന് സുപ്രീം കോടതി വരെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഈ കേസിനകത്ത് അഫിഡവിറ്റ് അവർ എങ്ങനെയാണ് എന്താണ് കൊടുക്കുന്നത് എന്നറിയാനായിട്ട് നമുക്കൊക്കെ കൗതുകമുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായി ഒരു അഫിഡവിറ്റ് ആദ്യമായിട്ട് ആ സ്ത്രീ ഹൈക്കോടതി കൊടുക്കും എന്നാണ് ഇപ്പം വരുന്നത്. ഹൈക്കോടതി അതാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ജസ്റ്റിസ് എ ബദറുദ്ദീൻ്റെ കൃത്യമായ ഒരു ഡയറക്ഷൻ വന്നു. നിങ്ങൾക്ക് പറയാനുള്ളത് 2 ആഴ്ചക്കകം അഫിഡവിറ്റായിട്ട്, സത്യവാങ്മൂലമായിട്ട്, കള്ളം പറയാൻ പാടില്ല. പത്രങ്ങളിലൊക്കെ പല വാർത്തകളും അതും ഇതുമൊക്കെ വന്നെങ്കിലും കോടതി വന്നു കഴിഞ്ഞപ്പം കൃത്യമായ അവരുടെ ഒപ്പീനിയൻ പറയണം. അതിനകത്ത് ആയിട്ട് ഇയാൾക്ക് ബന്ധമുണ്ടായിരുന്നു, സെക്ഷുവലായിട്ട് റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു, അതിൽ ഗർഭമുണ്ടായിരുന്നു, അതെങ്ങനെയാണ് അലസിപ്പിച്ചത്, അങ്ങനെയുള്ള കാര്യങ്ങൾ റിലയബിളാണെന്ന് തോന്നണം ഹൈക്കോടതിക്ക്. അതൊരു സത്യവാങ്മൂലത്തിൽ കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും അതിൻ്റെ അകത്ത് പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം എവിടെയാണ് അബോർഷൻ നടത്തിയത്, ആരാണ് നടത്തിയത്, ആരൊക്കെയാണ് അതിൻ്റെ പണം കൊടുത്തത്, ഏത് ഡോക്ടറാണ് ചെയ്തത്, അബോർഷൻ നടത്തിയതിൻ്റെ എന്തെങ്കിലും സെഡിമെൻ്റ് ഇനി ഉണ്ടോ? കാരണം അതിനകത്ത് തീർച്ചയായിട്ടും ഒരു DNA സാധ്യത ഒളിഞ്ഞിരിക്കുന്നുണ്ട്. അതുകൊണ്ട് അങ്ങനെ ഒരു സാധനത്തിന് സ്കോപ്പുണ്ടോ, ഇതൊക്കെ ചിലപ്പം ഹൈക്കോടതി അന്വേഷിക്കും, അല്ല ഹൈക്കോടതി സത്യവാങ്മൂലത്തിനകത്ത് പറയേണ്ടിയും വരും. ആ പറയുന്നത് മാത്രമേ, ഒരു സത്യവാങ്മൂലത്തിൽ പറയുന്ന കാര്യങ്ങൾ മാത്രമേ ഹൈക്കോടതി ഇനി ശ്രദ്ധിക്കുകയുള്ളൂ. എന്തായാലും 2 പേർക്കും അത് ഒരു കുരുക്കായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിന് അദ്ദേഹത്തിൻ്റെ അറസ്റ്റ് തടഞ്ഞുകൊണ്ട് 21-ാം തീയതി വരെ നീട്ടിയിട്ടുണ്ട്. അതോടൊപ്പം ഇതുപോലുള്ള ആരോപണം പറയുന്നവർ സൂക്ഷിക്കണം. കാരണം അതിനകത്ത് ആരോപണത്തിൽ കഴമ്പില്ലെങ്കിൽ പ്രശ്നങ്ങളാവും. പ്രത്യേകിച്ച് ഒരു സത്യവാങ്മൂലത്തിൽ കൂടെയാണ് അത് കൊടുക്കാൻ പറഞ്ഞിരിക്കുന്നത്. അത് തീർച്ചയായിട്ടും കോടതിയുടെ കാര്യങ്ങൾ ആ രീതിയിലേ നോക്കുകയുള്ളൂ, കാണുകയുള്ളൂ. കള്ളം പറയാൻ അനുവദിക്കത്തില്ല. കള്ളം പറഞ്ഞിട്ടുണ്ടാവണം, അല്ലെങ്കിൽ പത്രങ്ങളിൽ വന്ന് പലതും ചേർച്ചയില്ലാത്ത കാര്യങ്ങൾ അവർ വിളിച്ചു പറഞ്ഞിരുന്നു എന്നുള്ള കാര്യങ്ങളും വരുന്നുണ്ട്. എന്തായാലും അതിൻ്റെ സത്യസ്ഥിതി അറിയാനുള്ള പൊതുജനങ്ങളുടെ ആവശ്യപ്രകാരമായിരിക്കണം ഹൈക്കോടതി ഇപ്പം സത്യവാങ്മൂലമായിട്ട്, അഫിഡവിറ്റായിട്ട് തന്നെ
ആ പെൺകുട്ടി കൊടുക്കണമെന്ന് പറഞ്ഞു വച്ചിരിക്കുന്നത്.